സോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഫൈൻഡ് ദ യൂണിയൻ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് സെറ്റ്സ്. ഇവിടെ 2 പെയർ ഓഫ് സെറ്റ്സ് വീതം തന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തേൽ എക്സ് വൈ. സോ അതിന്റെ യൂണിയൻ കാണുക. അടുത്തതിൽ എ ബി യൂണിയൻ കാണുക. അടുത്തതും എ ബി യൂണിയൻ കാണുക. സോ ഇതുപോലെ തന്നിട്ടുള്ള സെറ്റുകളുടെ യൂണിയൻ കാണുക. സോ നമുക്ക് ആദ്യം എക്സ് യൂണിയൻ വൈ ചെയ്തു നോക്കാം. എക്സ് യൂണിയൻ വൈ എന്താണ്? എക്സിൽ എന്തൊക്കെയുണ്ട്? 1 3 5. വൈയിലോ 1 2 3. ഓർഡർ പ്രശ്നമുണ്ടോ? ഇല്ല, ഓർഡർ പ്രശ്നമില്ല. അപ്പൊ നമുക്ക് എഴുതാൻ എളുപ്പം എന്ന് വെച്ചാൽ ഇങ്ങനെ, നിങ്ങൾക്ക് ഫൈനൈറ്റ് ആണെങ്കിൽ എക്സിലുള്ള ആൾക്കാർ ആദ്യം എഴുതിയിട്ട് വൈയിലുള്ള ആൾക്കാർ എഴുതാം. ഇനിയല്ല, ഇതുപോലെ അടുത്തടുത്ത നമ്പേഴ്സുകളാണെങ്കിൽ ഓർഡറിൽ അങ്ങ് എഴുതി പോവാം. അപ്പൊ തെറ്റത്തില്ല കേട്ടോ. സോ 1 2 3 ഉണ്ട്. ഇനി അടുത്ത് ഇവിടെ ഏതുണ്ട്? 5 കൂടെ ഉണ്ട്. ഓക്കെ, സോ എക്സ് യൂണിയൻ വൈ എന്ന് പറയുന്നത് എന്താണ്? 1 2 3 5 ആണ്. അടുത്ത് എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്താണ്? എയിൽ എന്തൊക്കെയുണ്ട്? എ ഇ ഐ ഒ യു. ബിയിലോ എ ബി സി. സോ എ യൂണിയൻ ബിയിൽ എന്തൊക്കെ വരും? എ ബി സി ഇ ഐ ഒ യു. ഓക്കെ, അടുത്ത് എ എന്ന് പറയുന്നത് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 3. എയിൽ ആരൊക്കെയുണ്ട്? നാച്ചുറൽ നമ്പർ ആണ്. എക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്, 3ന്റെ മൾട്ടിപ്പിളും ആണ്. സോ 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് എയിലുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് ആ സെറ്റ് ഒന്ന് നോക്കി നോക്കാം. എയിലെ സെറ്റ് ആരൊക്കെ ആയിരിക്കും? 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുമ്പോൾ 3 6 9 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അടുത്ത് ബി എന്ന് പറയുന്നത് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. 6നെക്കാട്ടി ചെറിയ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ ഏതൊക്കെ ആയിരിക്കും? നമുക്കൊന്ന് നോക്കി നോക്കാം. 1 2 3 4 5 അല്ലേ? 6നെക്കാട്ടി ചെറിയ നാച്ചുറൽ നമ്പർ. ഇതാണ് ആരിലുള്ളത്? ബിയിലുള്ളത്. അപ്പോ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ആരൊക്കെ വരണം? എയിലുള്ള ആൾക്കാരും വരണം, ബിയിലുള്ള ആൾക്കാരും വരണം. അതായത് 1 2 3 4 5 വരണം, പിന്നെ 6 തൊട്ടുള്ളതും വരണം. അപ്പൊ നമുക്കൊന്ന് നോക്കിയാൽ 1 2 നമുക്ക് എഴുതാൻ എളുപ്പത്തിന് വേണ്ടി ആ ഒരു രീതിക്ക് എഴുതുകയാണ്. 1 2 3 നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 3യുടെ കൂട്ടത്ത് കൂട്ടാം. ഓക്കെ, സോ 1 2 4 5 3 6 9 എന്ന് പറഞ്ഞിങ്ങനെ പോകും. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി നിർത്താം. ഓക്കെ, കാരണം ഇവിടെ നമുക്കറിയാം ഇവിടെ എൻഡ് ചെയ്തു, 3ന്റെ മൾട്ടിപ്പിൾ പോവുകയാണ് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ചും കൂടി നീറ്റായിട്ട് നമുക്ക് എഴുതാനാണെങ്കിൽ ഓക്കെ, എക്സ് സച്ച് ദാറ്റ് ഓക്കെ എക്സ് ഈക്വൽ ടു 1 2 4 5 or x element of 3n. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാം. അതായത് n എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ്, അതേ ടൈംസ് 3. അതിന്റെ എലമെന്റ് ആണ് എക്സ് വരുന്നത്. ഒന്നുകിൽ അതിൽ വരാം, അല്ലെങ്കിൽ 1 2 4 5 ഇതിലേതെങ്കിലും വരാം. ഓക്കെ, ഇങ്ങനെയും നമുക്ക് എഴുതാം. ഇതിലേത് എഴുതിയാലും ഓക്കെ ആണ്. അടുത്തത് a equals x such that x is a natural number and 1 less than x less than or equal to 6. So ഇവിടെ ആരൊക്കെ വരും? x നാച്ചുറൽ നമ്പർ ആണ് അല്ലേ? സോ 1 less than x less than or equal to 6 എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും അതില്? അതില് നമുക്ക് 2 തൊട്ടുള്ളത് അല്ലേ? സോ 1 വരത്തില്ല. 2 3 4 5 6 ഇത്രയും ആൾക്കാരാണ് ആദ്യത്തെ എ എന്ന് പറയുന്ന സെറ്റിൽ വരുന്നത്. അടുത്തത് ബി എന്ന് പറയുന്നത് എന്താ? x such that x is a natural number and 6 less than x less than 10. സോ അതിൽ ആരൊക്കെ വരും? 6നും 10നും അടക്കമുള്ള നാച്ചുറൽ നമ്പേഴ്സ്. അതാരൊക്കെയാണ്? 7 8 9. 10 വരോ? ഇല്ല, കാരണം ലെസ് ദാൻ 10 ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയും പേരാണ്. അതുകൊണ്ട് തന്നെ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ 2 എയിലുള്ള ആൾക്കാരെല്ലാവരും ഉണ്ട് അല്ലേ? സോ 2 3 4 5 6. അടുത്ത് ബിയിലുള്ള ആൾക്കാരും ഉണ്ട്. സോ 7 8 9. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. എ എന്ന് പറയുന്ന സെറ്റ് 1 2 3, ബി എന്ന് പറയുന്നത് എന്താണ്? എംപ്റ്റി സെറ്റ്. അതുകൊണ്ട് തന്നെ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താണ്? എയിലുള്ള ആൾക്കാരും ബിയിലുള്ള ആൾക്കാരും എല്ലാവരും വേണം. സോ 1 2 3, ബിയിൽ ആരെങ്കിലും ഉണ്ടോ? ആരും തന്നെ ഇല്ല. സോ നമുക്ക് അവിടെ വെച്ചത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് എന്ത് തന്നെ കിട്ടും? എ തന്നെ കിട്ടും. ക്ലിയർ അല്ലേ? യെസ്.
അടുത്ത ചോദ്യമാണ് ലെറ്റ് എ ഈക്വൽ സെറ്റ് എ ബി ബി ഈക്വൽ സെറ്റ് എ ബി സി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എ ബിയുടെ സബ്സെറ്റ് ആണോ എന്നുള്ളതാണ് ആദ്യ ചോദ്യം. നോക്കിക്കേ, എയില് എ ഉണ്ട്, ബിയിലും എ ഉണ്ട്, എയിൽ ബി ഉണ്ട്, ബിയിലും എ ഉണ്ട്. സോ എയിലുള്ള എല്ലാ എലമെന്റ്സും എവിടെയുണ്ട്? ബിയിലുമുണ്ട്. സോ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ implies x element of b. ഓക്കെ, എയിലുള്ള എല്ലാ എക്സും എവിടെയുണ്ട്? ബിയിലുമുണ്ട്. എയിലുള്ള ഒരു എലമെന്റ് ആണ് ഉദ്ദേശിച്ചത്. എയിലുള്ള ഏത് എലമെന്റ് എടുത്താലും അത് എവിടെയുമുണ്ട്? ബിയിലുമുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? സോ എ സബ്സെറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്ന ആരുടെ സബ്സെറ്റ് ആണ്? ബിയുടെ സബ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്താകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ യൂണിയൻ ബി എന്താകും നോക്കാം. എ യൂണിയൻ ബി ഈക്വൽ സെറ്റ് എയിലും ബിയിലും ഉള്ള ആൾക്കാർ എല്ലാവരും വേണം കേട്ടോ. അതാരൊക്കെയാണ്? എ ബി സി. നോക്കിക്കേ, നമുക്ക് ആരെ തന്നെ കിട്ടി? ബിനെ തന്നെ കിട്ടി. സോ എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടും? ബി തന്നെ കിട്ടും, വലിയ സെറ്റ് തന്നെ കിട്ടും. ഓക്കെ, കാരണം എ ആരുടെ ഉള്ളിലായിരിക്കുന്നത്? ബിയുടെ ഉള്ളിലാണ്. എയുടെ എലമെന്റ്സ് എല്ലാം ബിയുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ യൂണിയൻ രണ്ടിലുമുള്ള ആൾക്കാരെ എല്ലാരെയും കൂടെ എടുക്കുമ്പോൾ നമുക്ക് ഏത് തന്നെ കിട്ടും? ബി തന്നെ കിട്ടും. ഓക്കെ, യെസ്. ഇനി അടുത്തത്, ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ്സ് സച്ച് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് ബി. ഇപ്പൊ ഞാൻ പറഞ്ഞ സാധനം തന്നെയാണ്. എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി എന്താകും? നമുക്കൊരു വെൻ ഡയഗ്രാം വെച്ച് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഇവിടെ ബി ഉണ്ട്. ബിന്റെ ഉള്ളിൽ ആരുണ്ട്? ബിന്റെ ഉള്ളിലാണ് എ ഉള്ളത്. ഓക്കെ അല്ലേ? കാരണം എയിലെ എലമെന്റ്സ് എല്ലാം ബിയിലുമുണ്ട്. സോ എയിലെ എലമെന്റ്സ് എല്ലാം ബിയിലുമുണ്ട്. അതുകൊണ്ട് എ എവിടെ വരും? ബിയുടെ ഉള്ളിൽ വരും. ഓക്കെ, സോ എ സബ്സെറ്റ് ഓഫ് ബി നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിൽ വരുന്ന ആൾക്കാരും ബിയിൽ വരുന്ന ആൾക്കാരും എല്ലാം നമ്മൾ ഷെയ്ഡ് ചെയ്യുക. സോ ഇത് ബിയിൽ വരുന്ന ആൾക്കാര്, ഇത് എയിൽ വരുന്ന ആൾക്കാർ, രണ്ടും നമ്മൾ ഷെയ്ഡ് ചെയ്തു. നമുക്ക് എന്ത് തന്നെ കിട്ടി? നമുക്ക് ബി തന്നെ കിട്ടി. സോ നമുക്ക് എന്ത് പറയാം? ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി, എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്ന ആര് തന്നെ ആയിരിക്കും? ബി തന്നെ ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഇന്റർസെക്ഷൻ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ്. തന്നിട്ടുള്ള പെയറുകളുടെ ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുക. സോ നമുക്ക് ആദ്യം എക്സ് ഇന്റർസെക്ഷൻ വൈ ചെയ്തു നോക്കാം. എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറഞ്ഞാൽ എന്താ? എക്സിലും വൈയിലും കോമൺ ആയിട്ടുള്ള ആൾക്കാര്. എക്സിൽ ആരൊക്കെയുണ്ട്? 1 3 5. സോ വൈയിലും 1 ഉണ്ട്. സോ എക്സ് ഇന്റർസെക്ഷൻ വൈയിൽ ആര് വരും? 1 വരും. അടുത്ത 3 ആരിലുണ്ട്? വൈയിലും ഉണ്ട്. സോ 3യും വരും. 5 ഉണ്ടോ? ഇല്ല. 2 ഉണ്ടോ? ഇല്ല. അത് ഓരോ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. രണ്ടിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇന്റർസെക്ഷനിൽ വരത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത് 1, സെറ്റ് 1, 3 ആണ്. അടുത്ത് എ എന്ന് പറയുന്നത്, സോറി ഇവിടെ നമുക്ക് സെറ്റിന്റെ സിമ്പൽ ആണ് വരേണ്ട. സോ എ എന്ന് പറയുന്ന സെറ്റ് എ ഇ ഐ ഒ യു, ബി എന്ന് പറയുന്നത് സെറ്റ് എ ബി സി. അങ്ങനെയെങ്കിൽ എ ഇന്റർസെക്ഷൻ ബിയിൽ എന്താണ്? എയിലും ബിയിലും രണ്ടിലുമുള്ള ആൾക്കാർ ആരൊക്കെയാ? നോക്കിക്കേ, എ രണ്ടിലും ഉണ്ട്. വേറെ ഏതെങ്കിലും രണ്ടിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് എ ആണ്. അടുത്തത് എ എന്ന് പറയുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 3. എക്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണ്, 3ന്റെ മൾട്ടിപ്പിൾ ആണ്. നമ്മൾ നേരത്തെ കണ്ട സെറ്റ് തന്നെയാണ് അല്ലെ? സോ അതിൽ ആരൊക്കെയുണ്ട്? 3 6 9. സോ അങ്ങനെ പോകും. അടുത്ത് ഇവിടെ എന്താ? എക്സ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. 6നെക്കാട്ടി ചെറിയ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 2 3 4 5. ഓക്കെ, സോ എവരുടെ ഇന്റർസെക്ഷൻ രണ്ടിലും കോമൺ ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? 3 മാത്രമേ ഉള്ളൂ. നോക്കിക്കേ, ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. വേറെ ഏതെങ്കിലും എലമെന്റ്സ് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ടോ? ഇല്ല. സോ അതുകൊണ്ട് തന്നെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് സെറ്റ് 3 ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. എ എന്ന് പറയുന്നത് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. സോ നമുക്ക് എ ഇവിടെ എഴുതാം. എ എന്ന് പറയുന്ന ആരൊക്കെയാ വരുന്നത്? നേരത്തെ എഴുതിയതല്ലേ? 2 3 4 5. സോറി 6ഉം കൂടെ ഉണ്ട് അല്ലെ? ഈക്വൽ ടു കൂടെ ഉള്ളതുകൊണ്ട് 6ഉം കൂടെ വരാം.
അടുത്ത് ബിയിൽ ആരൊക്കെയാ വരുന്നേ? ബിയിൽ നമുക്ക് നോക്കി അറിയാം നാച്ചുറൽ നമ്പർ ആൻഡ് 6 ലെസ് ദാൻ x ലെസ് ദാൻ 10. സോ 7 8 9. എ ഇന്റർസെക്ഷൻ ബിയിൽ ആരൊക്കെ വരും? രണ്ടിലും കോമൺ ആയിട്ട് ആരൊക്കെയുണ്ട്? ആരും തന്നെ ഇല്ല. രണ്ടിലും കോമൺ ആയിട്ട് ആരും തന്നെ ഇല്ല. സോ നമുക്കിവിടെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന എന്ത് വന്നു? നൾ സെറ്റ് വന്നു. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന എന്ത് വന്നു? നൾ സെറ്റ് വന്നു. അതിൽ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരും തന്നെ ഇല്ല. സോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? നൾ സെറ്റ് ആണ്. സോ ഇതിന്റെ കൂടെ ചെറിയൊരു നോട്ടും കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആണെങ്കിൽ, അതായത് കോമൺ ആയിട്ട് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ, ആ സെറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ജോയിന്റ് സെറ്റ്. എന്താണ്? ഡിസ്ജോയിന്റ് സെറ്റ്സ്. സോ രണ്ട് സെറ്റുകൾ എപ്പോഴാണ് ഡിസ്ജോയിന്റ് സെറ്റ്സ് ആകുന്നത്? അതില് കോമൺ ആയിട്ട് ആരും തന്നെ ഇല്ലാതാകുമ്പോൾ. ഓക്കെ, സോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നൾ സെറ്റ് ആണെങ്കിൽ, അതില് രണ്ട് സെറ്റുകൾക്ക് കോമൺ ആയിട്ട് ആരും തന്നെ ഇല്ലെങ്കിൽ, ആ സെറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡിസ്ജോയിന്റ് സെറ്റ്. സോ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാകും എക്കോ ബിക്കോ ആരും തന്നെ കോമൺ ആയിട്ടില്ല. അതുകൊണ്ട് ആ സെറ്റുകളെ നമുക്ക് എന്തെന്ന് പറയാം? ഹിയർ എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് സെറ്റ്സ്. അടുത്ത് എ എന്ന് പറയുന്നത് സെറ്റ് 1 2 3, ബി എന്ന് പറയുന്നത് നൾ സെറ്റ്. സോ അതിന്റെ ഇന്റർസെക്ഷൻ എന്ത് തന്നെ വരും? ബിയിൽ ആരും തന്നെ ഇല്ല അല്ലേ? സോ രണ്ടിലും കോമൺ ആയിട്ട് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ആരും തന്നെ കാണില്ല. സോ നൾ സെറ്റ് തന്നെ വരും. അടുത്ത ചോദ്യം, ഇഫ് എ ഈക്വൽ സെറ്റ് 3 5 7 9 11, ബി ഈക്വൽ സെറ്റ് 7 9 11 13, സി ഈക്വൽ സെറ്റ് 11 13 15, ഡി ഈക്വൽ സെറ്റ് 15 17. എന്നിട്ട് ഈ തന്നിരിക്കുന്നവരൊന്നും കണ്ടുപിടിക്കുക. ഫസ്റ്റ് നമ്മളുടെ ചോദ്യം എന്താ? എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? എയിലും ബിയിലും കോമൺ ആയിട്ട്. സോ നമുക്ക് ഇവിടെ നോക്കി അറിയാം എയിലും ബിയിലും കോമൺ ആയിട്ട് ആരുണ്ട്? 11 രണ്ടിനും കോമൺ ആയിട്ടുണ്ട്, 9 രണ്ടിനും കോമൺ ആയിട്ടുണ്ട്, 7 രണ്ടിനും കോമൺ ആയിട്ടുണ്ട്. 13 ഉണ്ടോ? ഇല്ല. സോ എ ഇന്റർസെക്ഷൻ ബി ഏതൊക്കെയാ വരുന്നത്? 7 9 11. നെക്സ്റ്റ് ബി ഇന്റർസെക്ഷൻ സി. ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താ? ബിക്കും സിക്കും കോമൺ ആയിട്ടുള്ളവര്. സോ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ എന്താണ്? ബിക്കും സിക്കും കോമൺ ആയിട്ടുള്ളത്. നോക്കിക്കേ, ബിക്കും സിക്കും എന്തുണ്ട്? 11 ഉണ്ട് കോമൺ ആയിട്ട്, 13 ഉണ്ട് കോമൺ ആയിട്ട്. വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. സോ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ സെറ്റ് 11 13. ഓക്കെ, അടുത്ത ചോദ്യം നേരത്തെ സെയിം സെറ്റുകൾ തന്നെയാണ്. എ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ഡി. എങ്ങനെ? എ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കും സിക്കും ഡിക്കും മൂന്നിനും കോമൺ ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, എക്കും സിക്കും ഡിക്കും മൂന്നിനും കോമൺ ആയിട്ടുള്ളവര്. മൂന്നിനും കോമൺ ആയിട്ടുള്ള ആരൊക്കെയാ ഉള്ളേ? സോ എ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ഡി. ഓക്കെ, മൂന്നിനും കോമൺ ആയിട്ട്. സോ എയിലും എക്കും സിക്കും, നമുക്ക് ആദ്യം എക്കും സിക്കും നോക്കാം കേട്ടോ. സോ എക്കും സിക്കും കോമൺ ആയിട്ട് ആരാ ഉള്ളേ? രണ്ടിനും കോമൺ ആയിട്ട് 11 ഉണ്ട്. ഓക്കെ, ഇനി ഈ കോമൺ ആയിട്ടുള്ളവര് ഡിയിലുണ്ടോ? ഡിയിലുണ്ടോ? ഇല്ല. എക്കും സിക്കും ആകെ 11 മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. അതാണെങ്കിൽ ഡിയിലുണ്ടോ? അതാണെങ്കിൽ ഡിയിലില്ല. സോ അതുകൊണ്ട് എ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ഡി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കിട്ടിയത്? നൾ സെറ്റ് ആണ്. അതിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്തത് എ ഇന്റർസെക്ഷൻ സി. എ ഇന്റർസെക്ഷൻ സിയിൽ ആരൊക്കെയുണ്ട്? എ ഇന്റർസെക്ഷൻ സിയിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം എയിലും സിയിലും കോമൺ ആയിട്ട് 11 ഉണ്ട്. സോ എ ഇന്റർസെക്ഷൻ സി ഈക്വൽസ് സെറ്റ് 11. ഓക്കെ, അടുത്തത് ബി ഇന്റർസെക്ഷൻ ഡി. ബിയിലും ഡിയിലും ആരൊക്കെയുണ്ട് കോമൺ ആയിട്ട്? ബി ഇന്റർസെക്ഷൻ ഡി. ബിയിലും ഡിയിലും ആരൊക്കെയാ കോമൺ ആയിട്ടുള്ളേ? ബിയിലും ഡിയിലും ആരെങ്കിലും കോമൺ ആയിട്ടുണ്ടോ നോക്കിക്കേ. ബിയില് 7 ഇല്ല, 9 ഇല്ല, 11 ഇല്ല, 13 ഇല്ല. സോ ആരും തന്നെ കോമൺ ആയിട്ടില്ല. സോ ബി ഇന്റർസെക്ഷൻ ഡി എന്ന് പറയുന്നത് എന്താണ്? നൾ സെറ്റ് ആണ്. അടുത്ത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യണം? ബി യൂണിയൻ സി ആദ്യം ചെയ്യണം. സോ നമുക്ക് ആദ്യം ബി യൂണിയൻ സി ചെയ്തു നോക്കാം. ബി യൂണിയൻ സിയിൽ ആരൊക്കെയുണ്ട് നോക്കിക്കേ. ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എന്താ? ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ളവരാണ്. ബിയിലും സിയിലും ഉള്ള എല്ലാ പേരുമാണ്.
ഓക്കെ, സോ ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ 7, 9, 11, 13, ഇനി ആരൊക്കെയുണ്ട്? 15. ഓക്കെ, അടുത്ത് നെക്സ്റ്റ് എന്താ ചെയ്യണ്ടേ? എ ഇന്റർസെക്ഷൻ. സോ ഈ കിട്ടിയ സെറ്റിനോട് എന്ത് ചെയ്യണം? എ ഇന്റർസെക്ഷൻ ചെയ്യണം. സോ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ ഇന്റർസെക്ഷൻ. സോ 3, 5, 7, 9, 11 ഇന്റർസെക്ഷൻ 7, 9, 11, 13, 15. സോ രണ്ടിലും കോമൺ ആയിട്ട് ആരൊക്കെ ഉണ്ട്? 7 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്. സോ രണ്ടിലും കോമൺ ആയിട്ട് ആരൊക്കെയുള്ളത്? 7, 9, 11. സോ സെറ്റ് 7, 9, 11. വേറെ ഒന്നും തന്നെ ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, സോ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് 7, 9, 11 ആണ്. അടുത്ത ചോദ്യം, എ ഇന്റർസെക്ഷൻ ഡി. എക്കും ഡിക്കും കോമൺ ആയിട്ട് ആരൊക്കെയുണ്ട്? എക്കും ഡിക്കും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എക്കും ഡിക്കും കോമൺ ആയിട്ട് ആരും തന്നെ ഇല്ല. സോ എ ഇന്റർസെക്ഷൻ ഡി എന്ന് പറയുന്നത് എന്താ ഇവിടെ കിട്ടിയേ? എ ഇന്റർസെക്ഷൻ ഡി ഈക്വൽസ് നൾ സെറ്റ്. ഓക്കെ, അടുത്തെന്താ? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ഡി. സോ ബി യൂണിയൻ ഡി നമ്മൾ ആദ്യം ചെയ്യണം. ബി യൂണിയൻ ഡി ഒന്ന് ചെയ്തു നോക്കാം. ബി യൂണിയൻ ഡി ഈക്വൽസ് സെറ്റ് 7, 9, 11, 13, 15, 17. ഓക്കെ, അടുത്തിന് എന്ത് ചെയ്യണം? എ ഇന്റർസെക്ഷൻ ചെയ്യണം. സോ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ഡി ഏതൊക്കെ വരും? എക്കും ബി യൂണിയൻ ഡിക്കും കോമൺ ആയിട്ടുള്ളവര്. എക്കും ബിക്കും ബി യൂണിയൻ ഡിക്കും കോമൺ ആയിട്ട് ആരൊക്കെയുള്ളത്? 7, 9, 11. സോ സെറ്റ് 7, 9, 11. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്ത ചോദ്യം, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എ ഇന്റർസെക്ഷൻ ബി ചെയ്യുക. എ ഇന്റർസെക്ഷൻ ബി എന്താണ്? എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ളവർ. എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള ആരൊക്കെയായിരുന്നു? 7, 9, 11. ഓക്കെ, അടുത്ത് നമ്മൾ ഏത് ചെയ്യണം? ബി യൂണിയൻ സി. ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ ബിക്കും സിക്കും കോമൺ ആയിട്ടുണ്ടായിരുന്നവര്. ബിക്കും സിക്കും കോമൺ ആയിട്ടുണ്ടായിരുന്ന ആരൊക്കെയാ? സോറി, ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ ബിക്കും സിയിലും ഉണ്ടായിരുന്ന എല്ലാ പേരും. കോമൺ ആയിട്ടല്ല, ഇന്റർസെക്ഷൻ വരുമ്പോഴാണ് കോമൺ. യൂണിയൻ വരുമ്പോൾ എന്താണ്? എല്ലാ ആൾക്കാരെയും എടുക്കുക. സോ ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ ബിയിലും സിയിലും ഉള്ള എല്ലാ പേരും. ഏതൊക്കെയാണത്? 7, 9, 11, 13, 15. സോ ഇതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ. ഇതിന്റെ ഇന്റർസെക്ഷൻ എന്ത് വരും? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ത് വരും നോക്കിക്കേ? രണ്ടിലും കോമൺ ആയിട്ട് ആരൊക്കെയാ ഉള്ളേ? 7 സെറ്റ് 7, 9, 11 അല്ലേ? ഓക്കെ, ഇനി അടുത്ത സെറ്റ് എ യൂണിയൻ ഡി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എ യൂണിയൻ ഡി. എ യൂണിയൻ ഡിയിൽ ആരൊക്കെ ഉണ്ട് നോക്കാം. എ യൂണിയൻ ഡി എന്ന് പറയുമ്പോൾ എയിലും ഡിയിലും ഉള്ള എല്ലാ ആൾക്കാരും. 3, 5, 7, 9, 11, 15, 17. ബി യൂണിയൻ സിയിൽ ആരൊക്കെ ഉണ്ട്? ബി യൂണിയൻ സി. ബി യൂണിയൻ സി നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, സോ നമ്മളിവിടെ നേരത്തെ ബി യൂണിയൻ സി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം, ഇതാണ് നമ്മളുടെ ബി യൂണിയൻ സി. സോ അത് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഓക്കെ, സോ എ യൂണിയൻ ഡി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ആരൊക്കെ ആയിരിക്കും? രണ്ടിന്റെയും ഇന്റർസെക്ഷൻ ആണ്. ബി യൂണിയൻ സിയുടെയും എ യൂണിയൻ ഡിയുടെയും ഇന്റർസെക്ഷൻ ആണ് എടുക്കേണ്ടത്. സോ രണ്ടിലും കോമൺ ആയിട്ടുള്ള ആൾക്കാരെ വേണം എടുക്കാൻ. ആരൊക്കെയുണ്ട്? സെറ്റ് 7 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് അല്ലേ? യെസ്. സോ സെറ്റ് 7, 9, 11. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കിക്കേ? യെസ്, 15ഉം കൂടെ ഉണ്ട്. ഏതും കൂടെ ഉണ്ട്? 15ഉം കൂടെ ഉണ്ട്. സോ 15. ക്ലിയർ അല്ലേ? സോ എ യൂണിയൻ ഡി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരുന്നത്? സെറ്റ് 7, 9, 11, 15 ആണ് വരുന്നത്. ഓക്കെ,
അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ്സ് ആർ ഡിസ്ജോയിന്റ്? തന്നിട്ടുള്ള ഏതൊക്കെ പെയർ ഓഫ് സെറ്റ്സ് ആണ് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള? എന്താണ് ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? നൾ സെറ്റ് ആയിരിക്കണം. അതായത് അവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഒരു എലമെന്റ് പോലും പാടില്ല. ഓക്കെ, സോ സെറ്റ് 1, 2, 3, 4 ആൻഡ് set x such that x is a natural number and 4 less than or equals x less than or equals 6. So ഇതിൽ ആരൊക്കെയുണ്ട്? ഇതിൽ നമുക്ക് എലമെന്റ്സ് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ. ഇവിടെ ആരൊക്കെ ആയിരിക്കും വരുന്നത്? ഇതിൽ ആരൊക്കെ നോക്കാം? സെറ്റ് 4 less than or equals x less than or equals 6. So 4, 5, 6. നോക്കിക്കേ, രണ്ടിലും ഏത് കോമൺ ഉണ്ട്? 4 കോമൺ ആണ്. സോ ഇത് നമ്മൾ എയും ഇത് ബിയുമായിട്ട് എടുത്താൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് സെറ്റ് 4 ആയിട്ട് കിട്ടും. നൾ സെറ്റ് ആണോ? അല്ല, അതിൽ കോമൺ ആയിട്ട് ആരുണ്ട്? 4 ഉണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് ഡിസ്ജോയിന്റ്. നമുക്ക് എന്ത് പറയാം? നോട്ട് ഡിസ്ജോയിന്റ്. ഡിസ്ജോയിന്റ് ആണോ? അല്ല. അടുത്തത് സെറ്റ് എ ഇ ഐ ഒ യു, സെറ്റ് സി ഡി ഇ എഫ്. രണ്ടിലും ആരുണ്ട്? ഇവിടെ ഇ ഉണ്ട്. ഈ രണ്ടിന്റെയും കോമൺ എലമെന്റ് ആണ്. സോ the sets are not disjoint. ഓക്കെ, അവര് ഡിസ്ജോയിന്റ് അല്ല, അതിന് കോമൺ എലമെന്റ് ഉണ്ട്. അടുത്തത് set x such that x is an even integer. set x such that x is an odd integer. ഈവൻ ഇന്റിജർ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ, പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകൾ. ഓഡ് ഇന്റിജർ എന്ന് പറഞ്ഞാലോ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഇന്റിജേഴ്സ്. ഓക്കെ, രണ്ടുകൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഇന്റിജേഴ്സ്. രണ്ടിനും കോമൺ ആയിട്ട് ആരെങ്കിലും കാണോ? ഇല്ല അല്ലേ? കാരണം നമുക്കറിയാം ഈവൻ ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? 0, 2, 4, 6, 8. അതുപോലെ നെഗറ്റീവിലോട്ടാണെങ്കിൽ -2, -4, -6 അങ്ങനെ പോകും. ഇനി ഓഡ് ഇന്റിജേഴ്സ് ആണെങ്കിലോ 1, 3, 5, 7, 9, -1, -3, -5, -7. സോ ആ രീതിക്ക് പോകും. രണ്ടിനും കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു എലമെന്റ് നമുക്ക് പറയാൻ കഴിയോ? ഇല്ല. സോ ഇവർക്ക് രണ്ട് സെറ്റിനും കോമൺ ആയിട്ട് ആരും തന്നെ ഇല്ല. സോ ദ സെറ്റ്സ് ആർ ഡിസ്ജോയിന്റ്. എന്തുകൊണ്ടാണ് ഡിസ്ജോയിന്റ് ആയത്? കോമൺ ആയിട്ട് ഒരു എലമെന്റ് പോലും നമുക്ക് പറയാൻ കഴിയില്ല. സോ ദ സെറ്റ്സ് ആർ disjoint. Okay, അടുത്ത ക്വസ്റ്റ്യൻ. If A equals set 3, 6, 9, 12, 15, 18, 21, B equals set 4, 8, 12, 16, 20, C equals set 2, 4, 6, 8, 10, 12, 14, 16, D equals set 5, 10, 15, 20. അങ്ങനെയെങ്കിൽ ഈ തന്നിരിക്കുന്നതൊക്കെ കണ്ടുപിടിക്കുക. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഡിഫറൻസുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ഡിഫറൻസ് ബി. സോ എ ഡിഫറൻസ് ബി ഏതൊക്കെയായിരിക്കും വരുന്ന? എ ഡിഫറൻസ് ബി. ഓക്കെ, സോ എ ഡിഫറൻസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയിൽ നിന്ന് ബിയിലുള്ള ആൾക്കാരെ ഒഴിവാക്കുക. ബിയിലുള്ള ആൾക്കാർ ഏതൊക്കെയെന്ന് നമുക്കറിയാമല്ലോ. സോ എയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാം. സോ എയിൽ നമ്മൾ നോക്കിയാൽ 3, 6, 9, 12 ഉണ്ട്. സോ ഒഴിവാക്കുക. അടുത്ത് 15, 18, 21. സോ അതൊന്നുമില്ല. അപ്പൊ നമുക്ക് ഏത് മാത്രമേ ഒഴിവാക്കേണ്ടതുള്ളൂ? 12 മാത്രമേ ഒഴിവാക്കേണ്ടതുള്ളൂ. സോ എ ഡിഫറൻസ് ബി എന്ന് പറയുമ്പോൾ 3, 6, 9, 15, 18, 21. ഓക്കെ, അടുത്ത് രണ്ടാമത്തെ എ ഡിഫറൻസ് സി. എ ഡിഫറൻസ് സി എന്ന് പറയുമ്പോൾ എന്താണ്? എയിൽ നിന്ന് സിന്റെ ആൾക്കാരെ ഒഴിവാക്കുക. സോ എ ഡിഫറൻസ് സി. ഇവിടെ നമുക്കറിയാം സി എന്ന് പറയുന്നത് 2, 4, 6, 8, 10, 12, 14, 16 ആണ്. 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ്. പക്ഷെ ഇതെന്താണ്? 16ൽ സ്റ്റോപ്പ് ആകുന്നുണ്ട്. 16 കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് 3 ഡോട്ട്സ് ഇട്ടിരുന്നെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ 18ഉം 20ഉം ഒക്കെ ഇതിന്റെ എലമെന്റ് ആണെന്ന് പറയാം. പക്ഷെ 16 കഴിഞ്ഞ് സ്റ്റോപ്പ് ആകുന്നത് കൊണ്ട് നമ്മൾ പറയുക 18 ഒന്നും സിയുടെ എലമെന്റ് അല്ല. പലർക്കും മാറിപ്പോകുന്ന കാര്യങ്ങളാണിത്. ഓക്കെ, സോ എ ഡിഫറൻസ് സി എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് സിന്റെ ആൾക്കാരെ ഒഴിവാക്കുക. ആരെയൊക്കെ ഒഴിവാക്കാം? 6 ഉണ്ട്, ഒഴിവാക്കുക. 12 ഉണ്ട്, ഒഴിവാക്കുക. 18 ഒഴിവാക്കണോ? ഇല്ല, കാരണം 18 സിയില്
എലമെന്റ് അല്ല. സോ എ ഡിഫറൻസ് സി എന്ന് പറയുമ്പോൾ 3, 9, 15, 18, 21. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. എന്നാൽ നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഡി ഡിഫറൻസ് എ. ഡി ഡിഫറൻസ് എ എന്ന് പറഞ്ഞാൽ എന്താ? ഡിയിൽ നിന്ന് എനെ ഒഴിവാക്കുക. സോ ഡി ഡിഫറൻസ് എ ഈക്വൽസ് ഡിന്റെ സെറ്റിൽ നിന്ന് എന്റെ ആൾക്കാർ. എ നമുക്കറിയാം 3, 6, 9, 12, 15, 18, 21. സോ ഡിയിൽ നിന്ന് ആര് മാത്രം ഒഴിവാക്കിയാൽ മതി? 15 മാത്രം ഒഴിവാക്കിയാൽ മതി. കാരണം 15 മാത്രമേ എയിലുള്ളൂ. സോ ഡി ഡിഫറൻസ് എ എന്ന് പറയുമ്പോൾ 5, 10, 20. ഓക്കെ, അടുത്ത് ബി ഡിഫറൻസ് സി. ബി ഡിഫറൻസ് സി എന്ന് പറയുമ്പോൾ എന്താണ്? ബി ഡിഫറൻസ് സി എന്ന് പറയുമ്പോൾ സെറ്റ് ബിയിൽ നിന്ന് ആരെ ഒഴിവാക്കണം? സിന്റെ ആൾക്കാര് ഒഴിവാക്കുക. സോ നമുക്കിവിടെ നോക്കി അറിയാം 4 ഒഴിവാക്കണം. ബിയിൽ നിന്നാണ് ഒഴിവാക്കാനുള്ളത് കേട്ടോ. സോ 4 ഒഴിവാക്കുക, 8 ഒഴിവാക്കുക, 12 ഒഴിവാക്കുക, 16 ഒഴിവാക്കുക. ഓക്കെ, സോ ബി ഡിഫറൻസ് സി എന്ന് പറയുന്ന ആര് മാത്രമേ വരത്തുള്ളൂ? സെറ്റ് 20 മാത്രമേ വരത്തുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. എന്നാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. എന്താണ് പറയുന്നത്? ഇഫ് എക്സ് ഈക്വൽ സെറ്റ് എ ബി സി ഡി ആൻഡ് വൈ ഈക്വൽ സെറ്റ് എഫ് ബി ഡി ജി, ഫൈൻഡ് എക്സ് ഡിഫറൻസ് വൈ, വൈ ഡിഫറൻസ് എക്സ്, എക്സ് ഇന്റർസെക്ഷൻ വൈ. സോ ആദ്യം നമുക്ക് എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് കണ്ടുപിടിച്ച് നോക്കാം കേട്ടോ. സോ എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ വരുന്നത്? എക്സിനും വൈയിലും കോമൺ ആയിട്ടുള്ള ആൾക്കാർ. എക്സിനും വൈനും കോമൺ ആയിട്ട് ആരാ ഉള്ളത്? ബി ഉണ്ട് കോമൺ, ഡി ഉണ്ട് കോമൺ. ഓക്കെ, സോ എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത് ഡി കോമ ഡി ആണ്. ഓക്കെ, ഇനി അടുത്ത് എക്സ് ഡിഫറൻസ് വൈ എന്ന് പറഞ്ഞാലോ എക്സിൽ നിന്ന് വൈന്റെ ആൾക്കാർ ഒഴിവാക്കാം. നമുക്കിപ്പോ മനസ്സിലായിട്ടുണ്ട് ബിയും ഡിയും കോമൺ ആണ്. അതായത് ബിയും ഡിയും വൈയിലും ഉണ്ട്. ബാക്കിയെല്ലാം ഏതിൽ മാത്രമേ ഉള്ളൂ? എക്സിൽ മാത്രമേ ഉള്ളൂ. സോ എക്സ് ഡിഫറൻസ് വൈ എന്ന് പറയുന്നത് എന്താണ്? എ കോമ സെറ്റ് എ കോമ സി ആണ്. അതുപോലെ സെറ്റ് വൈ ഡിഫറൻസ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബിയും ഡിയും എക്സിലുമുള്ള ആൾക്കാരാണ് അല്ലേ? സോ വൈ ഡിഫറൻസ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് കോമ ജി. സോ സെറ്റ് എഫ് കോമ ജി ആണ് എന്ത്? വൈ ഡിഫറൻസ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എക്സ് ഡിഫറൻസ് വൈ എന്ന് പറയുമ്പോൾ എക്സിൽ നിന്ന് നമുക്ക് ആരെ മാത്രം ഒഴിവാക്കിയാൽ മതി? എക്സ് ഇന്റർസെക്ഷൻ വൈനെ മാത്രം ഒഴിവാക്കിയാൽ മതി. സോ ഇന്റർസെക്ഷന്റെ ആൾക്കാരെ ഒഴിവാക്കിയാൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഡിഫറൻസ് വാല്യൂ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. ഇഫ് ആർ ഇസ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ആർ എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ്. ആൻഡ് ക്യൂ ഈസ് ദ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. ക്യൂ എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ആർ ഡിഫറൻസ് ക്യൂ? ആറിൽ നിന്ന് ക്യൂവിനെ ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? റിയൽ നമ്പേഴ്സിൽ നിന്ന് റാഷണൽ നമ്പേഴ്സ് ഒഴിവാക്കിയാൽ നമുക്ക് എന്താ കിട്ടുന്നേ? ഇറാഷണൽ നമ്പേഴ്സ്. സോ നമുക്കിവിടെ പറയാം ആർ ഡിഫറൻസ് ക്യൂ ഈസ് നത്തിങ് ബട്ട് ദ സെറ്റ് ഓഫ് irrational numbers. Okay, set of irrational numbers which is represented by the letter T. Okay, so നമുക്ക് R difference Q ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? Set of irrational numbers ആണ് കിട്ടുന്നത്.